പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഗോഡ് കെയർസ് എബൌട്ട് അവർ മെൻ്റൽ ഹെൽത്ത്. സങ്കീർത്തനം 42:11, സാം 42:11. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവത്തെ സ്തുതിപ്പാൻ അനേക കാര്യങ്ങൾ നമുക്കുണ്ട്, അല്ലേ? പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സ് പലവിധമായിട്ടുള്ള ഭാരങ്ങളാൽ നിറഞ്ഞിട്ട്, വിഷമങ്ങളാൽ നിറഞ്ഞിട്ട് നമുക്കവനെ സ്തുതിക്കാൻ കഴിയാതെ പോകുന്നു. മാർട്ടിൻ ലോർഡ് ജോൺസ് ഒരു ശക്തിയേറിയ ചോദ്യം ഒരിക്കൽ ചോദിച്ചു. ആ ചോദ്യം എന്താണെന്നറിയാമോ? കുഞ്ഞെ, നീ മനസ്സിലാക്കിയിട്ടുണ്ടോ, നീ റിയലൈസ് ചെയ്തിട്ടുണ്ടോ, നിൻ്റെ ജീവിതത്തിലെ അസന്തോഷം മുഴുവനും വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ നിന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് കൊണ്ട്. അതിന് പകരം നീ നിന്നോട് തന്നെ സംസാരിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. മനസ്സിലായോ? പലപ്പോഴും വി ലിസൺ ടു ourselves ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് ടു ourselves, അല്ലേ? സങ്കീർത്തന 42 നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, തന്നെ ഓർക്കുന്നില്ല ആരും, തന്നെ എല്ലാവരും മറന്നുപോയി, തന്നെ എല്ലാവരും മാറ്റി നിർത്തിയിരിക്കുക, തന്നെ എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുക. എന്നാൽ ഈ സങ്കീർത്തനക്കാരന് ഉറപ്പായിട്ടൊരു കാര്യം അറിയാമായിരുന്നു. ഒരു കാലത്ത് ദൈവം അവനെ സ്നേഹിച്ചിരുന്നു, ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം അവനൊരു ഫീലിംഗ് അങ്ങ് കടന്നു വന്നിരിക്കുക. അതായത്, തനിക്ക് ആരുമില്ല. ഹീ ഈസ് ലെഫ്റ്റ് അലോൺ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ അവൻ മാത്രമേ ഉള്ളൂ. അവനെ കരുതാനോ ശ്രദ്ധിക്കാനോ നോക്കാനോ അവനോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാനോ ആരുമില്ല എന്ന് അവന് തോന്നിപ്പോവുക. അതുകൊണ്ട് അവൻ ചോദിക്കുക, വൈ മൈ സോൾ ആർ യു ഡൗൺകാസ്റ്റ്, വൈ സോ ഡിസ്റ്റർബ്ഡ് വിതിൻ മീ. അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, പുട്ട് യുവർ ഹോപ്പ് ഇൻ ഗോഡ്. കുഞ്ഞെ, നിൻ്റെ പ്രത്യാശ നീ യേശുവിലോട്ടൊന്ന് വെച്ചേ. എന്നിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത്, ഐ വിൽ എറ്റ് പ്രൈസ് യു മൈ സേവർ ആൻഡ് മൈ ഗോഡ്. എൻ്റെ ദൈവത്തെ ഞാൻ ഇനിയും സ്തുതിക്കുമെന്ന് പറഞ്ഞ് അവൻ ചിന്തകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിലേക്ക് തൻ്റെ മനസ്സിനെ തിരിച്ചു വിടുക. പ്രൈസ് ഗോഡ്. ദൈവത്തിൽ ഞാൻ കാര്യം ചോദിക്കട്ടെ, ദൈവത്തെക്കുറിച്ചുള്ള നിൻ്റെ ഫീലിംഗ് എന്തുവാ? പലവിധമായിട്ടുള്ള ഇരുണ്ട ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മളത് അൺചെക്ഡായിട്ട് വിട്ടാൽ അത് നമ്മുടെ ശരീരത്തെ പോലും ബാധിക്കും. കാരണം നാം നമ്മെ തന്നെ അങ്ങ് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യാതെ നീ നിന്നോട് തന്നെ ഒന്ന് സംസാരിക്കുവാൻ തുടങ്ങിക്കേ. നമ്മൾ ദൈവത്തെ കാണുന്നത് അവൻ നമ്മെ രക്ഷിക്കുന്നവനായിട്ടാണ്, രക്ഷിക്കുന്ന വീരനായിട്ടാണ്. നമ്മുടെ ചിന്തയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നാം നമ്മെ തന്നെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തണം. ദൈവത്തെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ശ്രേഷ്ഠമായ കാര്യങ്ങളാകണം. കാരണം ആ ചിന്ത തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഭാഗമാണല്ലോ ഫിലിപ്പിയർ 4:6-7 വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്, അല്ലേ? എന്ത് വിഷയം വന്നാലും വിചാരപ്പെട്ട് മനം കലങ്ങി വിഷമിച്ച് പോകാതെ നിൻ്റെ വിഷയം നീ സ്തോത്രത്തോടെ ദൈവത്തെ ഒന്ന് അറിയിച്ച് തുടങ്ങിക്കേ. സ്തോത്രത്തിന് ഒരു ബോംബിൻ്റെ ശക്തിയുണ്ട് കേട്ടോ ദൈവമക്കളെ. ഇപ്പം സിറ്റുവേഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ നാം ചെയ്തു തുടങ്ങുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിക്കും. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ വാക്കുകളും നമ്മുടെ പെറ്റീഷൻ അല്ലെങ്കിൽ നമുക്ക് ദൈവത്തോടുള്ള നമ്മുടെ റിക്വസ്റ്റ്
അതെല്ലാം വെളിവാക്കേണ്ടത് നമ്മുടെ റിയലായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളാണ്. ഒരു മനുഷ്യന് ആവശ്യങ്ങളുമുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്. പ്രൈസ് ഗോഡ്. രണ്ടും നിവർത്തിച്ച് തരുവാൻ ദൈവം ശക്തനാണ്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും ദൈവഹിതപ്രകാരമായിരിക്കണം കേട്ടോ. അങ്ങനെ ഒരു ചിന്ത നമ്മെ ഭരിക്കണം. തന്നെയുമല്ല, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കണമെന്ന്. അതായത് നമ്മുടെ ജീവിതത്തിൽ താങ്ക്സ് ഗിവിങ് കാണണം. എന്തിനൊക്കെ എക്സാക്ട്ലി നാം ദൈവത്തിനെ താങ്ക് ചെയ്യേണ്ടത്? കാരണം നാം ഒന്നാമതായിട്ട് അവനെ താങ്ക് ചെയ്യേണ്ടതിൻ്റെ കാരണം നമ്മുടെ എല്ലാ സിറ്റുവേഷനെയും ചേഞ്ച് ചെയ്യുന്നത് അവനാണ്. അതുകൊണ്ട് അവൻ നമ്മുടെ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്ത് തരും. നമ്മുടെ ആങ്ഷ്യസ് ആയിട്ടുള്ള ചിന്തകളെ മാറ്റിത്തരും. അതെന്തിനെക്കുറിച്ചുള്ളതാണെങ്കിലും, ഏതെങ്കിലും റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, പൈസയുടെ കാര്യമായിക്കോട്ടെ, സ്കൂളിൻ്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ സ്പിരിച്വൽ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഹല്ലേലൂയ മനസ്സിലാക്കണമേ, ഗോഡ് കെയർസ് ഇനഫ് അബൌട്ട് അസ് ടു വോണ്ട് ടു ഹിയർ അബൌട്ട് ഇറ്റ്. ഒൺലി തിങ് ഈസ്, നാം ദൈവത്തോട് പറയണം നമ്മുടെ ആവശ്യം എന്താണെന്ന്. തന്നെയുമല്ല, കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെ ഇനിയും ചെയ്തു തരുമോ എന്നോർത്ത് അതിനുവേണ്ടി നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ ഒരു വിഷയത്തിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ആകമാനം തന്നെ ചേഞ്ച് ചെയ്യും. അത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പ്ലാനായിരിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു ചെല്ലുമ്പോൾ നമ്മളുടെ സകല പ്രശ്നത്തെയും സോൾവ് ചെയ്ത് നമുക്ക് ഉത്തരം തരാൻ കഴിയുന്നൊരു ദൈവത്തിൻ്റെ അടുക്കലാണ് നാം വന്നിരിക്കുന്നതെന്നുള്ള ചിന്ത നമുക്ക് വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് റിജക്ഷൻസ് വന്നേക്കാം. നമ്മളെ മാറ്റി, ഒഴിവാക്കി, തള്ളി, ഉന്തി മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ. അത് മനുഷ്യന് വരുന്ന ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസാണ്. നമ്മൾ ആരാണെങ്കിലും ആയിക്കോട്ടെ, നാം റിജക്റ്റഡായി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ദുഷ്കരമായി തീരും. ഡോക്ടർ കർട്ട് തോംസൺ ഇങ്ങനെ പറയുന്നുണ്ട്, എവരിവൺ ഈസ് ബോൺ ലുക്കിംഗ് ഫോർ സമ്മൺ ലുക്കിംഗ് ഫോർ ദം. മനസ്സിലായോ? അതായത് നമ്മെ നോക്കി നടക്കുന്ന, നമ്മെ അന്വേഷിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുള്ളത് നമുക്ക് സന്തോഷമാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. നമുക്കെല്ലാം ജീവിതത്തിൽ അക്സെപ്റ്റൻസും കണക്ഷൻസും ആവശ്യമാണ്. അത് നമുക്ക് ജീവിതത്തിൽ കിട്ടിയില്ലെങ്കിൽ അത് നമ്മളെ വേദനിപ്പിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യം നമ്മൾ കാണുന്നില്ലേ? ദ സ്റ്റോൺ ദ ബിൽഡേഴ്സ് റിജക്റ്റഡ് ഹാസ് ബിക്കം ദ കോർണർ സ്റ്റോൺ. തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി തീർക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, സ്നേഹിക്കുന്നത്. സങ്കീർത്തനം 118:22 നമ്മൾ നോക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യേശു കർത്താവ് പോലും ഒറ്റപ്പെട്ടു പോയ സന്ദർഭങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ ത്യജിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ നമ്മൾ യേശു കർത്താവിനെക്കുറിച്ച് യെശയ്യാവ് 53 കാണുന്നുണ്ട്. അവൻ വ്യസനപാത്രമായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അല്ലേ ദൈവമക്കളെ? ആ യേശു കർത്താവ് അങ്ങനെയായിരുന്നെങ്കിൽ അവന് നമ്മുടെ ഫീലിങ്സ് തീർച്ചയായിട്ടും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ റിജക്ഷൻ എന്ന് പറയുന്നതല്ല ലാസ്റ്റ് വേർഡ്. യേശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നു. യേശുവിനെ എല്ലാവരും റിജക്റ്റ് ചെയ്തു. പക്ഷേ അങ്ങനെ ആയിരുന്നു അതിൻ്റെ അവസാനം? അല്ല. ഇറ്റ് ഡസൻ ഫോർ ജീസസ് ആൻഡ് ഇറ്റ് ഡസൻ ഹാവ് ടു ഫോർ us either. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അന്ന് യേശുവിൻ്റെ കാലത്തും ഇന്നത്തെ കാലത്തും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു വീട് പണിയുമ്പോൾ ഹല്ലേലൂയ പല കല്ലുകൾ കാണും. എന്നാൽ ഓരോ കല്ലുകളും മാറ്റിയിട്ട് നോക്കിയിട്ട് പറ്റുന്ന കല്ലിനെ എടുത്താണ് കോർണർ സ്റ്റോൺ ആക്കുന്നത്. അല്ലേ? കാരണം ദാറ്റ് വാസ് ദ ഗൈഡിങ് സ്റ്റാൻഡേർഡ് ഫോർ വാട്ട് ദ എൻറ്റയർ ബിൽഡിംഗ് വുഡ് ബി ലൈക്ക്. പ്രൈസ് ഗോഡ്. ആ കോർണർ സ്റ്റോണിനെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ സ്റ്റെബിലിറ്റിയും സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയും ഒക്കെ. ഹല്ലേലൂയ. അപ്പോൾ തള്ളിക്കളഞ്ഞ കല്ലെന്ന് പറയുമ്പോൾ സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ പ്രൈസ് ഗോഡ് മനുഷ്യരുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തിയത്. പക്ഷേ
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബിലവഡ് സണ്ണായിരുന്നു ജീസസ്. ആ ജീസസ് കോർണർ സ്റ്റോൺ ആയെങ്കിൽ നമ്മളെയും അവൻ മൂലക്കല്ലാക്കി തീർക്കും. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് അതെൻ്റെ ദൈവത്തിൻ്റെ വിഷയമാണ്. മെൻ്റലി ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കാര്യം. ഇത് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ദൈവമേ, ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരുമാറാകണമേ. ഹൃദയത്തിൻ്റെ സ്വസ്ഥത തരുമാറാകണമേ. അകലപ്പെടുന്നവരായി തീരുവാനിടയായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.